പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. നാട്ടുകാർ അന്തർ സംസ്ഥാന പാത ഇപ്പോൾ ഉപരോധിക്കുകയാണ്. എനിക്ക് പിറകിൽ കാണാം പല വാഹനങ്ങളും ഇപ്പോൾ മറുഭാഗത്തേക്ക് പോകാൻ കഴിയാതെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തുന്നത്. തങ്ങളുടെ സ്വൈര ജീവിതത്തിന് കൃത്യമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എത്രത്തോളം രീതിയിലാണ് ഇവിടുത്തെ ആളുകൾ കഴിയുന്നത്? ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് കാലങ്ങളായി പത്തിലധികം ആൾക്കാര് നാളിതുവരെ കൊല ചെയ്യപ്പെട്ടു. ആനനെ ഉപയോഗിച്ചുകൊണ്ട് അതിരപ്പള്ളിയിലെ മനുഷ്യരെ കൊല ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതി ഉണ്ടോ എന്നാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. സർക്കാരിനോട് പലവട്ടായി വിവിധ മരണങ്ങൾ ഉണ്ടാവുമ്പോൾ ആവശ്യപ്പെടുന്നത് അതിരപ്പള്ളി ഒരു 150 കിലോമീറ്ററോളം വരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഒരു സെപ്പറേറ്റ് RRT സംവിധാനം വേണമെന്നുള്ള ആവശ്യം 2 കൊല്ലം മുമ്പുണ്ടായ മരണത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ കളക്ടർ ഇവിടെ വന്ന് നിർബന്ധമായിട്ടും അത് അംഗീകരിക്കാമെന്നാണ് പറഞ്ഞ് തിരിച്ചുപോയത്. പിന്നീട് ആൾക്കാർ മരണപ്പെട്ടു. യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആൾക്കാരെ കൊന്നു തീർക്കാനാണോ നടപടി എടുക്കുന്നതെന്ന് മനസ്സിലാവണം. ഇന്നിപ്പോ ഇവിടെ കുറെ പോലീസുകാരും ഫോറസ്റ്റുകാരും വന്ന് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടി. ഇന്നലെ അവരുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആന കൊല്ലില്ലായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി കൃത്യമായിട്ടൊരു അതിരപ്പള്ളിക്ക് വേണ്ടി ഒരു RRT സംവിധാനം ഇതിനായിട്ട് ഉണ്ടാക്കണം എന്നാണ് ആവശ്യം. വിപുലമായ ഒരു പ്രതിഷേധ പരിപാടി തന്നെ ഇവിടെ നടത്തുന്നു. കാരണം ഇവർ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നിവർ പറയുന്നുണ്ട്. പല തവണകളിലായി ഈ പ്രശ്നം ഉന്നയിച്ചിട്ടും ഇതിന് പരിഹാരം കണ്ടിട്ടില്ല. ഇത്തവണ തഹസിൽദാരോ അല്ലെങ്കിൽ CCFO ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോ വന്ന് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലും ഫെൻസിംഗ് ഉണ്ട്. പക്ഷേ ഈ ഫെൻസിംഗ് മറികടന്നുകൊണ്ട് ഇപ്പോഴും ആനകൾ പല സ്ഥലത്തു നിന്നും വരുന്നു. ഒരു തരത്തിലും ഒരു ശാശ്വത പരിഹാരമില്ല. അതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചിലരുടെ ഉറപ്പ് കിട്ടാതെ അവസാനിപ്പിക്കില്ല എന്നാണോ? ഉറപ്പ് കിട്ടാതെ അവസാനിപ്പിക്കില്ല അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അതിനുശേഷം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്.